കേരളത്തെ നടുക്കിയ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ഒരിക്കൽ കൂടി ചർച്ചയായ ദിവസമാണ് ഇന്നത്തേത്. ടി.പി. കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ അനുവദിച്ച് മുഖ്യമന്ത്രി തന്നെ ഇന്ന് നിയമസഭയിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതു മുതൽ കെ.സി. രാമചന്ദ്രനും ട്രൗസർ മനോജുമടക്കം 3 പേർക്ക് പരോൾ അനുവദിച്ചത് 1000 ദിവസത്തിലധികമാണ്. 6 പ്രതികൾക്ക് 500 ദിവസത്തിലധികവും സർക്കാർ പരോൾ അനുവദിച്ചു. വിശദമായി തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. കൊലയാളികൾക്ക് വാരിക്കോരി നൽകിയ ആ പരോളിന്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അതിലെ ഒന്നാം പേരുകാരൻ കെ.സി. രാമചന്ദ്രനാണ്. കെ.സി. രാമചന്ദ്രന് എത്ര ദിവസമാണ് പരോൾ കിട്ടിയത് നോക്കൂ, 1081 ദിവസമാണ്. 8ാം പ്രതിയാണ്. മുൻ CPIMന്റെ മുൻ നേതാവാണ്. മുൻ കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗമാണ്. 2024 ഫെബ്രുവരിയിൽ ദീർഘകാലം ജയിലിൽ കഴിഞ്ഞിട്ടും കെ.സി. രാമചന്ദ്രന് കുറ്റബോധമില്ല എന്ന് ജയിൽ അധികൃതർ റിപ്പോർട്ട് നൽകിയതാണ്. അങ്ങനെയുള്ള കെ.സി. രാമചന്ദ്രന് ഇങ്ങനെയൊരു ഇളവ് കിട്ടുമ്പോൾ അത് എന്തിന്റെ പേരിലാണ് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ പെട്ടെന്ന് വ്യക്തമാകുന്നതാണ്. 2ാമത്തെ പേരുകാരൻ ട്രൗസർ മനോജാണ്. വാരിക്കോരി പരോൾ കിട്ടിയ ട്രൗസർ മനോജിന്റെ കണക്കിലും 1081 ദിവസമുണ്ട്. ഈ കേസിലെ 11ാം പ്രതിയാണ്. CPIM കടുങ്ങോമ്പയിൽ മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ട്രൗസർ മനോജ്. അതാണ് പാർട്ടി ബന്ധം. 3ാമത്തേത് അണ്ണൻ സിജിത്താണ്. അണ്ണൻ സിജിത്തിന് കിട്ടിയത് എത്രയാണെന്ന് നോക്കൂ, 1078 ദിവസം പരോളാണ്. ടി.പി. വധക്കേസിലെ 6ാം പ്രതിയാണ്. കൊലയാളി സംഘാംഗമാണ്. ജയിലിൽ ഫോൺ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയ ആൾ കൂടിയാണ് അണ്ണൻ സിജിത്ത്. പരോളിലിറങ്ങിയാണ് അണ്ണൻ സിജിത്ത് വിവാഹം കഴിച്ചത്. ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി ആരൊക്കെ പോയി എന്നതടക്കം ചർച്ചയായതുമാണ്. 4ാമത്തെ പേരുകാരൻ ടി.കെ. രജീഷാണ്. ടി.കെ. രജീഷിന് കിട്ടിയ പരോൾ ഇവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 1000-ൽ താഴെയാണ്. പക്ഷേ രജീഷിനും കിട്ടി 940 ദിവസം. ഈ കേസിലെ 4ാം പ്രതിയാണ്. കൊലയാളി സംഘാംഗമാണ് എന്നതുകൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 5ാമത്തേത് ഷിനോജാണ്. ഷിനോജിന് 925 ദിവസമാണ് പരോൾ കിട്ടിയത്. ഈ കേസിലെ 7ാം പ്രതിയാണ്. കൊലയാളി സംഘാംഗമാണ് ഷിനോജ്. 6ാമത്തേത് MC അനൂപാണ്. MC അനൂപിന് 900 ദിവസം പരോൾ കിട്ടുന്നു. ടി.പി. വധക്കേസിലെ 1ാം പ്രതി കൊലയാളി സംഘാംഗം. ടി.പിയെ കൊല്ലാനായി അക്രമി സംഘം ഉപയോഗിച്ച ഇന്നോവ കാറിന്റെ ഡ്രൈവർ അത് MC അനൂപാണ്. അടുത്തത് കിർമാണി മനോജ്. കിർമാണി മനോജിനും കിട്ടി 851 ദിവസം പരോൾ. ഈ കേസിലെ 2ാം പ്രതി കൊലയാളി സംഘാംഗമാണ് കിർമാണി മനോജ് എന്നതാണ് മേൽവിലാസം. 2018-ൽ പരോളിൽ ഇറങ്ങി വിവാഹം കഴിച്ചിരുന്നു. ഒപ്പം RSS പ്രവർത്തകനും തലശ്ശേരി ബാറിലെ അഭിഭാഷകനുമായ വത്സരാജക്കുറുപ്പിനെ കൊലപ്പെടുത്തിയ കേസിലും കിർമാണി മനോജ് പ്രതിയാണ്. കിർമാണിയിൽ നിന്ന് നമ്മൾ മുഹമ്മദ് ഷാഫിയിലേക്ക് എത്തുമ്പോൾ മുഹമ്മദ് ഷാഫിക്ക് കിട്ടിയത് ഇവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പരോളിന്റെ ദിവസങ്ങളുടെ എണ്ണം അല്പം കുറവാണ്. എങ്കിലുമുണ്ട് 500-ലധികം 656 ദിവസം പരോൾ കിട്ടി മുഹമ്മദ് ഷാഫിക്ക്. ടി.പി. വധക്കേസിലെ 5ാം പ്രതി കൊലയാളി സംഘാംഗമാണ് മുഹമ്മദ് ഷാഫി. അടുത്തത് ഏറെ പേരുകേട്ടയാളാണ് കൊടിസുനി. കൊടിസുനിക്ക് കിട്ടിയത് 60 ദിവസം പരോളാണ്. 3ാം പ്രതിയാണ്. കൊലയാളി സംഘാംഗമാണ്. താരതമ്യേന നോക്കുമ്പോൾ കൊടിസുനിക്കാണ് പരോൾ കുറവ് കിട്ടിയത് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. ഇതാദ്യമായല്ല, ഇതിനു മുൻപും ടി.പി. കേസ് പ്രതികളുടെ ജയിലിലെ സുഖവാസത്തെക്കുറിച്ച് വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട്. പ്രതികൾ ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിച്ചു എന്നതടക്കമുള്ള വാർത്തകൾ വലിയ വിവാദങ്ങളിലേക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ പ്രതികളുടെ പരോൾ വിവരം കൂടി പുറത്തുവരുമ്പോൾ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രതികൾക്ക് സർക്കാർ വഴിവിട്ട സംരക്ഷണം ഒരുക്കുകയാണെന്ന് കെ.കെ. രമ MLA പ്രതികരിച്ചു. ടി.വി. പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ടി.വി. പ്രസാദ്. അന്ന് പ്രസാദ് തന്നെയാണ് ഈ ടി.പി. കേസ് പ്രതികളുടെ ജയിലിലെ ഫോൺ ഉപയോഗം റിപ്പോർട്ട് ചെയ്തത്. അന്ന് നമ്മൾ രണ്ടുപേരും മറ്റൊരു സ്ഥാപനത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഈ സ്ഥാപനത്തിലേക്ക് എത്തി ഇവിടെ പരിശോധിക്കുമ്പോഴും പരോളിന്റെ കഥയും പ്രസാദ് തന്നെ കൊണ്ടുവരികയാണ്. ഈ വാരിക്കോരിയുള്ള പരോൾ അത് ജയിലിലുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇങ്ങനെ? സുജിയ, ഇത് എല്ലാവർക്കും കിട്ടാനുള്ളതല്ല. ടി.പി. കേസിലെ പ്രതികൾക്ക് സ്പെഷ്യലായി കൊടുക്കുന്നതാണ്. ഇതുവരെയും ഒരിക്കലും CPM സമ്മതിച്ചില്ല CPMന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊലപാതകമാണെന്ന്. വിചാരണ കോടതിയും ഒടുവിൽ ഹൈക്കോടതിയും വരെ സ്ഥിരീകരിക്കുന്നു ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന്. പക്ഷേ അത് പരോളിൽ കൃത്യമായി കാണാമെന്നുള്ളതാണ്. ഇപ്പോൾ സുജിയ പറഞ്ഞ കണക്കുകൾ കേൾക്കുകയായിരുന്നു. 9 വർഷം പൂർത്തിയാക്കുകയാണ് പിണറായി സർക്കാർ 1ഉം 2ഉം ചേർന്ന്. ഈ 9 വർഷത്തിനിടയിൽ CK രാമചന്ദ്രനും അതുപോലെ തന്നെ ട്രൗസർ മനോജും അണ്ണൻ സിജിത്തും 3 പേർക്കും 1000 ദിവസത്തിൽ കൂടുതലാണ് പരോൾ. അതിനർത്ഥം ഈ 9 വർഷത്തിൽ 3 വർഷത്തോടടുപ്പിച്ച് ഈ 3 പേർക്കും പരോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൊലയാളി സംഘാംഗങ്ങളായ ടി.കെ. രജീഷ്, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി തുടങ്ങിയ ആളുകൾക്കെല്ലാം, MC മനോജ് അടക്കമുള്ളവർക്കെല്ലാം 900-ഉം 800-ഉം 700-ഉം വെച്ചാണ് പരോള്. അത് കുറച്ച് കുറഞ്ഞു പോയത് കൊടിസുനിക്കാണ്. സുജിയ, കൊടിസുനിക്ക് കുറയാനുള്ള കാരണവുമുണ്ട്. കാരണം എല്ലാ ജയിലിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ജയിൽ വാർഡന്മാരെ
ഭീകരമായി മർദ്ദിക്കുകയും ചെയ്ത നിരവധി കേസുകളാണുള്ളത്. അതുകൊണ്ടായിരിക്കണം കൊടിസുനിക്ക് മാത്രം 60 പോയത്. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് സുജയ നേരത്തെ പറഞ്ഞതുപോലെ 2013 ഡിസംബർ മാസം 2-ാം തീയതിയാണ് ആ കോഴിക്കോട് ജില്ലാ ജയിലിൽ ഈ പ്രതികൾ ഫേസ്ബുക്കും ഫോണും വ്യാപകമായി ഉപയോഗിക്കുന്ന വാർത്ത നമ്മൾ അന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഏതാണ്ട് 26-ലധികം മൊബൈൽ ഫോൺ ഇവരിൽ നിന്ന് കണ്ടെടുക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇവർ പോയ ജയിലുകളിലെല്ലാം ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. മൊബൈൽ ഫോൺ മാത്രമല്ല, കിർമാണി മനോജ് ജയിലിൽ നിന്ന് പരോളിൽ പുറത്തിറങ്ങിയ ഘട്ടത്തിൽ ഒരു മയക്കുമരുന്ന് കേസിൽ പ്രതിയാകുന്നു. ജയിലിൽ വെച്ച് ഇവർ കൊട്ടേഷൻ നടത്തുന്നു. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടിയാണ് ഇവർ ജയിലിൽ ജീവിക്കുന്നത്. ജയിലിന് പുറത്താണെങ്കിൽ ഇഷ്ടം പോലെ ഇറങ്ങാനുള്ള അവസരം ഈ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇവർ തികച്ചും സ്പെഷ്യലാണ്. ഇവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യം മറ്റൊരു തടവുകാർക്കും കേരളത്തിലെ ഒരു ജയിലുകളിലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സുജയ, തീർന്നില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ചോദ്യം ചോദിച്ചത് മുഖ്യമന്ത്രിയോട്. പക്ഷെ മുഖ്യമന്ത്രി മിണ്ടിയില്ല. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഒക്ടോബറിൽ മറുപടി പറയേണ്ട ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. ആരും കാണില്ല എന്നൊരു പക്ഷേ കരുതി കാണണം. ഇത്ര മാസം കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് കണ്ടെടുത്തിട്ടുണ്ട്. ഇവരെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഇവർക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള സർക്കാരിൻ്റെ നീക്കം, അതും വിവാദമായിരുന്നു. എന്തായാലും സുജിയ, ഇവരുടെ പരോൾ എന്നുള്ളത് സ്പെഷ്യലാണ്. അത് LDF സർക്കാർ വക സ്പെഷ്യലാണ് എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. സുജിയ, ഓക്കെ, എന്തായാലും ആ സ്പെഷ്യൽ പരോളിന്റെ വിശദാംശങ്ങൾ നാട്ടുകാർ കൂടി അറിയുന്നതും നന്നായിരിക്കും. നമുക്കൊരു